ഹലോ മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. എല്ലാവരും അടിപൊളിയായിട്ട് വെക്കേഷനൊക്കെ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയായിരിക്കും അല്ലേ? എത്ര പെട്ടെന്നാണ് ഒരു മാസക്കാലം അങ്ങ് കടന്നുപോയത്. അതേപോലെ ഇനിയുള്ള ദിവസങ്ങളും വളരെ പെട്ടെന്നായിരിക്കും പോവുക. ഇനി സംഭവ ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വരാനുണ്ട്. റിസൾട്ട് വരാനുണ്ട്, ക്ലാസ്സുകൾ തുടങ്ങും. എന്തൊക്കെ പറഞ്ഞാലും 10ാം ക്ലാസ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഒരു പൊതു പരീക്ഷ എഴുതാൻ പോവാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലും ചോദ്യ രീതികളൊക്കെ ചിലപ്പോൾ മാറും. അങ്ങനെ കുറേ ആശങ്കകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മലയാളം നമുക്ക് രണ്ട് വിഷയങ്ങളുണ്ട് അല്ലേ? മലയാളം ഫസ്റ്റും ഉണ്ട്, മലയാളം സെക്കൻഡും നമുക്ക് പഠിക്കാനുണ്ട്. മലയാളം സെക്കൻഡ് എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ്. മലയാളം സെക്കൻഡിൽ നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് ഏകദേശം 9ഓളം പാഠഭാഗങ്ങളാണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗങ്ങളൊക്കെ 9ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയ, കുറച്ച് ആഴത്തിലുള്ള, കുറച്ചധികം പഠിക്കാനുള്ള പാഠങ്ങൾ തന്നെയാണ്. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായി മനസ്സ് വെച്ച് ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പുതിയ ടെക്സ്റ്റ് മാറുന്ന സമയത്ത് അല്ലെ, ഒരു പൊതു പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മലയാളത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? മലയാളം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഷയാണ് അല്ലേ? നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ കഥകൾ പറയുന്ന, നമ്മൾ വർത്താനം പറയുന്ന, മിണ്ടി പറയുന്ന നമ്മളുടെ സ്വന്തം ഭാഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷയിൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ കേൾക്കാനും എഴുതാനും ഒക്കെ സാധിക്കും. പക്ഷെ പലപ്പോഴും മലയാളം എഴുതുന്ന സമയത്ത്, പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വെല്ലുവിളികളായിട്ട് നിങ്ങൾ തന്നെ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് സമയമില്ല എന്നുള്ളതാണ് അല്ലേ? 40 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ 1.5 മണിക്കൂറിൽ എഴുതി തീരുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യമാണ് ഈ 40 മാർക്ക് എഴുതിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പദസമ്പത്ത്, വൊക്കാബുലറി നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മലയാളം സ്പീഡിൽ എഴുതി പോകണം. 4 മാർക്കിൻ്റെ എസ്സേകളുണ്ടാവും, 6 മാർക്കിൻ്റെ എസ്സേകളുണ്ടാവും. അപ്പോൾ വളരെ സ്പീഡിൽ എഴുതുക എന്നുള്ളതാണ് മലയാളത്തിൽ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ സ്പീഡിൽ എഴുതണമെങ്കിൽ എന്ത് വേണം? ടീച്ചർ പറഞ്ഞതുപോലെ വൊക്കാബുലറി, നല്ല പദങ്ങൾ അല്ലേ? വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. പദങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? കടയിൽ പോയാൽ വാങ്ങും കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പോൾ അത് പദസമ്പത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നല്ല വായനയൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇനിയുള്ള വെക്കേഷനിലെ കുറച്ച് ദിവസങ്ങളിൽ എന്ത് ചെയ്യാം? നമുക്ക് നല്ല കഥകളും പുസ്തകങ്ങളും പോരെങ്കിൽ പത്രങ്ങളെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ ഡെയിലി വായിക്കുന്നതൊക്കെ ഒരു ശീലത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ മലയാളത്തിൽ എന്തൊക്കെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓരോ പാഠഭാഗങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചോദ്യം എന്തോ ചോദിച്ചോട്ടെ, പാറ്റേണുകൾ മാറിക്കോട്ടെ, ഓരോ പാഠഭാഗങ്ങളും കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റുകളും നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നുള്ള ആശങ്കയൊക്കെ നിങ്ങൾക്കുണ്ടോ? സൈലം ഇവിടെ ഇല്ലേ? നമ്മുടെ അസ്ത്ര ബാച്ചിലൂടെ എല്ലാ സബ്ജക്റ്റുകളും അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ ഇവിടെ റെഡിയാണ്. മലയാളത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി തുടങ്ങി അവസാനിക്കാറായി. അപ്പോൾ ഇനിയും നമ്മൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ ആലോചിച്ചൊന്നും നിൽക്കേണ്ട. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മളെ സീറ്റുകളൊക്കെ ഉറപ്പാക്കുക. ഓരോ സബ്ജക്റ്റും, മലയാളം മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഇതുപോലെ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. അസ്ത്ര ബാച്ചിൻ്റെ ഫെസിലിറ്റികളൊക്കെ മക്കൾക്ക് അറിയാലോ. ഓരോ സബ്ജക്റ്റിനും എന്താണ്? നമുക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകം സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. അപ്പോൾ വെക്കേഷൻ ഇനിയും വെറുതെ എന്ത് ചെയ്യരുത്? തമാശ കളിച്ച് അല്ലെ, ആവശ്യമില്ലാതെ സമയം കളയാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ പഠനത്തിലേക്ക് അല്ലേ, നമ്മുടെ 10ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ കയറി തുടങ്ങുക. അടിപൊളിയായി മിടുക്കരായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നല്ലേ? താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വേഗം തന്നെ നമ്മളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അപ്പോൾ നമുക്ക് അസ്ത്ര ബാച്ചിൽ കാണാം.